ദി ആർട്ട് ഓഫ് സെൽഫ് കോച്ചിങ്. സ്വന്തം ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൂ. അവിടെ വളരെ വിചിത്രമായ എന്നാൽ പ്രകടമായ ഒരു വൈരുദ്ധ്യം കാണാൻ സാധിക്കും. മറ്റൊരാൾക്ക് നമ്മൾ ഒരു വാക്ക് കൊടുത്താൽ അത് പാലിക്കാൻ നമ്മൾ ഏതറ്റം വരെയും പോകും. നമുക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു ജോലിയാണെങ്കിൽ പോലും ഓഫീസ് മാനേജർ നാളെ രാവിലെ 9 മണിക്ക് മുമ്പായി അത് തീർത്തു തരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തല പുകഞ്ഞ് ഇരുന്നത് പൂർത്തിയാക്കും. ഉറക്കമിളച്ചും സുഖസൗകര്യങ്ങൾ മാറ്റിവെച്ചും നമ്മൾ ആ ഡെഡ് ലൈൻ പാലിക്കും. കാരണം അവിടെ നമ്മളെ ചോദ്യം ചെയ്യാൻ മറ്റൊരാളുണ്ട്. നമ്മുടെ വാക്ക് തെറ്റിയാൽ അവിടെ നമുക്ക് മാന്യത നഷ്ടപ്പെടും. അല്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം നമ്മൾ അനുഭവിക്കേണ്ടി വരും. രാവിലെ 6 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ വരാമെന്ന് സുഹൃത്തിന് വാക്കുകൊടുത്താൽ അലാം അടിക്കുമ്പോൾ തന്നെ നമ്മൾ ചാടി എഴുന്നേൽക്കും. കനത്ത മടിയുണ്ടെങ്കിൽ പോലും നമ്മൾ സ്വയം റെഡിയായി അവിടെ എത്തും. കാരണം സുഹൃത്തിന്റെ മുന്നിൽ നമ്മൾ മോശക്കാരനാകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇതേ നമ്മൾ നമുക്ക് വേണ്ടിയുള്ള ചില തീരുമാനങ്ങൾ എടുക്കുമ്പോഴോ? നാളെ മുതൽ ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് വ്യായാമം ചെയ്യും. ഈ ആഴ്ച മുതൽ ഞാൻ ദിവസവും 2 മണിക്കൂർ പുതിയ സ്കിൽ പഠിക്കാൻ മാറ്റിവെക്കും. വരുന്ന തിങ്കളാഴ്ച മുതൽ ഞാൻ എന്റെ സ്വപ്ന പ്രൊജക്റ്റായ ആ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ബിസിനസ് പ്ലാൻ തയ്യാറാക്കി തുടങ്ങും. ഇങ്ങനെയുള്ള തീരുമാനങ്ങളുടെ ഒടുക്കം എന്താണ്? രാവിലെ 5 മണിക്ക് അലാം അടിക്കുമ്പോൾ നമ്മൾ യാതൊരുവിധ കുറ്റബോധവും ഇല്ലാതെ അലാം സ്നൂസ് ചെയ്ത് വീണ്ടും പുതച്ചുമൂടി കിടന്നുറങ്ങും. പുതിയ സ്കിൽ പഠിക്കുന്നതിന് പകരം ഫോണിൽ ഇൻസ്റ്റഗ്രാം റീലുകളും നെറ്റ്ഫ്ലിക്സും കണ്ട് മണിക്കൂറുകൾ കളയും. തിങ്കളാഴ്ച തുടങ്ങാമെന്ന് വിചാരിച്ച പ്രോജക്റ്റ് അടുത്ത തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെക്കും. ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. മറ്റുള്ളവരോട് കാണിക്കുന്ന ഭയഭക്തി ബഹുമാനവും കൃത്യനിഷ്ഠയും നമ്മൾ നമ്മളോട് തന്നെ കാണിക്കുന്ന കാര്യത്തിൽ എങ്ങോട്ടാണ് അപ്രത്യക്ഷമാകുന്നത്? മറ്റുള്ളവർക്ക് നൽകുന്ന വാക്കിനേക്കാൾ എന്തുകൊണ്ട് നമ്മൾ നമ്മളോട് തന്നെ നൽകുന്ന വാഗ്ദാനങ്ങൾക്ക് വിലയില്ലാതായി പോകുന്നു? ഈ അവസ്ഥയെയാണ് ദ സോളോ ട്രാപ്പ് അഥവാ സ്വയം ചതിക്കുന്ന മനസ്സ് എന്ന് വിളിക്കുന്നത്. ഫ്രീലാൻസർമാർ, സോളോപ്രണർമാർ, വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവർ, സ്വയം ഒരു മാറ്റം ആഗ്രഹിക്കുന്നവർ എന്നിവരൊക്കെ ഏറ്റവും കൂടുതൽ വീണുപോകുന്ന ഒരു വലിയ ചതിക്കുഴിയാണ് ഇത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ചതിക്കുഴി? നമുക്ക് ലഭിക്കുന്ന അമിതമായ സ്വാതന്ത്ര്യമാണ് ഇതിന്റെ പ്രധാന കാരണം. ഒരു കോർപ്പറേറ്റ് ഓഫീസിലോ പരമ്പരാഗതമായ ഒരു തൊഴിലിടത്തോ ജോലി ചെയ്യുമ്പോൾ അവിടെ വ്യക്തമായ ഒരു ഘടനയുണ്ട്. അവിടെ ഒരു ബോസ് ഉണ്ട്, മാനേജറുണ്ട്, പഞ്ചിങ് മെഷീനുണ്ട്, CCTV ക്യാമറകളുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാൻ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അവിടെ എപ്പോഴുമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ മടി കാണിക്കുന്നത് സുരക്ഷിതമല്ല എന്ന് നമ്മുടെ ഉപബോധ മനസ്സിന് കൃത്യമായി അറിയാം. എന്നാൽ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാനോ ഒരു ഫ്രീലാൻസ് കരിയർ കെട്ടിപ്പടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിജീവിതത്തിൽ ഒരു നല്ല ശീലം വളർത്തിയെടുക്കാനോ തീരുമാനിക്കുമ്പോൾ ഈ ബാഹ്യഘടന പെട്ടെന്ന് ഇല്ലാതാകുന്നു. അവിടെ നിങ്ങളെ ചോദ്യം ചെയ്യാൻ ബോസ് ഇല്ല. നിങ്ങൾ എപ്പോൾ വരുന്നു, എപ്പോൾ പോകുന്നു എന്ന് നോക്കാൻ പഞ്ചിങ് മെഷീൻ ഇല്ല. നിങ്ങൾ ലാപ്ടോപ്പിൽ ജോലി ചെയ്യുകയാണോ അതോ യൂട്യൂബ് കാണുകയാണോ എന്ന് നിരീക്ഷിക്കാൻ CCTV ക്യാമറകളില്ല. നിങ്ങൾ മാത്രമാണ് അവിടുത്തെ രാജാവ്. ഈ അവസ്ഥയിൽ നമ്മുടെ മനസ്സ് വളരെ പെട്ടെന്ന് ഒരു കാര്യം തിരിച്ചറിയും. ഇപ്പോൾ ഞാൻ ഈ ജോലി ചെയ്തില്ലെങ്കിലും എന്നോട് ചോദിക്കാൻ ആരുമില്ല. ഞാൻ ഇപ്പോൾ ഉറങ്ങിയാലും പിന്നീട് ഉറങ്ങിയാലും ആരും എന്നെ ശകാരിക്കാൻ വരാനും പോകുന്നില്ല. ഈ ചിന്ത മനസ്സിൽ വീഴുന്ന നിമിഷം നമ്മുടെ ഉള്ളിലെ മടിയൻ ഉണരുകയായി. നമ്മൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ നമ്മൾ ദുരുപയോഗം ചെയ്യാൻ തുടങ്ങും. ബാഹ്യമായ ഒരു സമ്മർദ്ദമില്ലെങ്കിൽ മനുഷ്യ സഹജമായ മടി നമ്മളെ കീഴടക്കും. അതിന്റെ തെളിവാണിത്. നമുക്ക് ആരോടും ഉത്തരവാദിത്വമില്ലെങ്കിൽ മനസ്സ് എപ്പോഴും ഏറ്റവും എളുപ്പമുള്ള താൽക്കാലിക സുഖം നൽകുന്ന കാര്യങ്ങളിലേക്ക്, ഉദാഹരണത്തിന് സോഷ്യൽ മീഡിയ ഉപയോഗം, ഉറക്കം, വിനോദങ്ങൾ എന്നിവയിലേക്ക് വഴുതി വീഴും. ഉള്ളിലെ തൊഴിലാളിയും ഉള്ളിലെ ബോസും. നമ്മുടെ മനസ്സിനെ 2 കഥാപാത്രങ്ങളാക്കി തിരിക്കാം. 1 ഉള്ളിലെ തൊഴിലാളി, ഇന്റേണൽ എംപ്ലോയി. 2 ഉള്ളിലെ ബോസ്, ഇന്റേണൽ ബോസ്. ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ ബോസും തൊഴിലാളിയും ഒരുപോലെ ശക്തരായിരിക്കണം.
ഒരു കമ്പനി മികച്ച രീതിയിൽ മുന്നോട്ടു പോകണമെങ്കിൽ അവിടെ നല്ലൊരു മാനേജരും ആ മാനേജരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി അനുസരിക്കുന്ന മിടുക്കനായ ഒരു തൊഴിലാളിയും വേണം. നമ്മൾ വലിയ ലക്ഷ്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ബോസിനെ പോലെയാണ് ചിന്തിക്കുന്നത്. ഞാൻ അടുത്ത 1 വർഷം കൊണ്ട് 1,00,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനൽ ഉണ്ടാക്കും. അതിനായി ആഴ്ചയിൽ 2 വീഡിയോകൾ ചെയ്യും. ഇത് ബോസിന്റെ പ്ലാനിംഗ് ആണ്. എന്നാൽ അടുത്ത ദിവസം ആ പ്ലാൻ നടപ്പിലാക്കാൻ ഇറങ്ങുമ്പോൾ നമ്മൾ തൊഴിലാളിയുടെ റോളിലാണ്. അപ്പോഴാണ് ക്യാമറ എടുക്കാനുള്ള മടി, സ്ക്രിപ്റ്റ് എഴുതാനുള്ള അലസത എന്നിവയെല്ലാം വരുന്നത്. കാരണം അവിടെ ആ പ്ലാൻ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ ശക്തനായ ഒരു ഉള്ളിലെ ബോസ് നമുക്കില്ല. നമ്മുടെ ഉള്ളിലെ ബോസ് വളരെ പാവമാണ്. തൊഴിലാളിയായ മനസ്സ് ഇന്ന് എനിക്ക് ഒരു മൂഡില്ല, നമുക്കിത് നാളെ ചെയ്യാം എന്ന് പറയുമ്പോൾ ഉള്ളിലെ ബോസ് പറയും, ആ ശരി, നീ ഇന്ന് വിശ്രമിച്ചോളൂ, നമുക്കത് നാളെ ചെയ്യാം. ഇങ്ങനെ സ്വന്തം മടിയോട് വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു ബോസ് ഉള്ളിടത്തോളം കാലം ആ കമ്പനി പച്ചപിടിക്കില്ല. നിങ്ങളുടെ ജീവിതമാകുന്ന പ്രോജക്റ്റും വിജയിക്കില്ല. മോട്ടിവേഷൻ എന്ന താത്കാലിക വികാരത്തെ ആശ്രയിച്ച് ജീവിക്കുന്നതാണ് ഈ തൊഴിലാളിയുടെ മറ്റൊരു പ്രശ്നം. മോട്ടിവേഷൻ വളരെ വഞ്ചകനായ ഒരു ജീവനക്കാരനാണ്. നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ദിവസം അവൻ ലീവായിരിക്കും. മഴയുള്ള ദിവസങ്ങളിൽ, മനസ്സ് വിഷമിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ മോട്ടിവേഷൻ വരില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത് മോട്ടിവേഷൻ അല്ല, മറിച്ച് സിസ്റ്റവും അക്കൗണ്ടബിലിറ്റിയുമാണ്. ഫേക്ക് പ്രൊഡക്ടിവിറ്റി എന്ന കെണി. സ്വയം ചതിക്കുന്ന മനസ്സിന്റെ മറ്റൊരു വകഭേദമാണ് ഫേക്ക് പ്രൊഡക്ടിവിറ്റി അഥവാ വ്യാജ ഉത്പാദനക്ഷമത. നമ്മൾ മടിയന്മാരാണെന്ന് പുറമെ കാണിക്കാതിരിക്കാൻ മനസ്സ് കണ്ടെത്തുന്ന വളരെ ബുദ്ധിപരമായ ഒരു തന്ത്രമാണിത്. പ്രധാനപ്പെട്ട ജോലി ചെയ്യാൻ മടി തോന്നുമ്പോൾ നമ്മൾ വളരെ നിസ്സാരമായ മറ്റ് ചില ജോലികളിൽ ഏർപ്പെടും. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന് ആവശ്യമായ ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാനുണ്ട് എന്ന് വിചാരിക്കുക. അതിന് നല്ല മനോബലവും ചിന്താശേഷിയും വേണം. ആ സമയത്ത് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയും, അതിനു മുമ്പ് നമുക്ക് ഇൻബോക്സിലെ മെയിലുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ മേശപ്പുറത്തിരിക്കുന്ന ഫയലുകളൊക്കെ ഒന്ന് ഭംഗിയായി അടുക്കി വെക്കാം, അതുമല്ലെങ്കിൽ ലാപ്ടോപ്പിലെ ഫോൾഡറുകളുടെ പേര് മാറ്റാം. ഈ ജോലികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ എന്തോ വലിയ ജോലിയിലാണെന്ന്. നമ്മൾ ബിസിയാണെന്ന് സ്വയം വിശ്വസിക്കുകയും ചെയ്യും. എന്നാൽ നിങ്ങളുടെ ബിസിനസ്സിനെയോ ജീവിതത്തെയോ അടുത്ത ഘട്ടത്തിലേക്ക് നയിക്കേണ്ട പ്രധാനപ്പെട്ട ആ പ്രോജക്റ്റ് റിപ്പോർട്ട് അവിടെ തൊടാതെ ഇരിപ്പുണ്ടാകും. ഇതാണ് വ്യാജ ഉത്പാദനക്ഷമത. കഠിനമായ എന്നാൽ അത്യന്തം അനിവാര്യമായ ജോലികളിൽ നിന്ന് ഒളിച്ചോടാൻ മനസ്സ് നടത്തുന്ന ഒരു നാടകമാണിത്. നമ്മൾ ബിസിയാണെന്ന ഒരു ഭാവം സൃഷ്ടിക്കുന്നതിലൂടെ നമ്മൾ സമയം കളയുകയാണ് എന്ന കുറ്റബോധത്തിൽ നിന്ന് മനസ്സ് താൽക്കാലികമായി രക്ഷപ്പെടുന്നു. ചോദിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിൽ ഈ നാടകം ചോദ്യം ചെയ്യപ്പെടാതെ തന്നെ തുടരും. റാഡിക്കൽ അക്കൗണ്ടബിലിറ്റി എന്ന തിരിച്ചറിവ്. ഈ സോളോ ട്രാപ്പിൽ നിന്ന്, ഈ സ്വയം ചതിക്കുന്ന മനസ്സിന്റെ കെണിയിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം? അതിനുള്ള ഏക വഴി റാഡിക്കൽ അക്കൗണ്ടബിലിറ്റി അഥവാ പരമമായ ഉത്തരവാദിത്തം സ്വന്തമാക്കുക എന്നതാണ്. എന്താണ് റാഡിക്കൽ അക്കൗണ്ടബിലിറ്റി? ഇത് കേവലം ഒരു വാക്കല്ല, ഇത് ഒരു വലിയ തിരിച്ചറിവാണ്. എന്റെ ജീവിതത്തിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് പൂർണ്ണ ഉത്തരവാദി ഞാൻ മാത്രമാണ്. ഇനി വരാൻ പോകുന്ന മാറ്റങ്ങൾക്കും ഉത്തരവാദി ഞാൻ മാത്രമായിരിക്കും. എന്നെ രക്ഷിക്കാൻ, എന്റെ സ്വപ്നങ്ങൾ നടത്തിത്തരാൻ പുറത്തുനിന്ന് ആരും വരാൻ പോകുന്നില്ല എന്ന കടുത്ത യാഥാർത്ഥ്യം മനസ്സിലാക്കുക എന്നതാണ് റാഡിക്കൽ അക്കൗണ്ടബിലിറ്റി. നിങ്ങൾ നിങ്ങളെ തന്നെ നിയന്ത്രിക്കാൻ പഠിച്ചില്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളെ നിയന്ത്രിക്കും. ഒന്നുകിൽ സോഷ്യൽ മീഡിയയിലെ അൽഗോരിതങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മടി നിങ്ങളെ നിയന്ത്രിക്കും. അതുമല്ലെങ്കിൽ മറ്റൊരാളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യാൻ നിങ്ങൾ നിർബന്ധിതനാകും. നിങ്ങളുടെ ജീവിതത്തിന്റെ സ്റ്റിയറിംഗ് വീൽ മറ്റാരുടെയും കയ്യിൽ കൊടുക്കരുത്. നിങ്ങൾ ഒറ്റയ്ക്കാണ് ജോലി ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ സ്വന്തം ബോസ് നിങ്ങൾ തന്നെയാകണം. നിങ്ങളുടെ സ്വന്തം മെന്ററും കോച്ചും ആകണം. ഒരു നല്ല കോച്ച് എങ്ങനെയാണ് തന്റെ ടീമിനെ നയിക്കുന്നത്? അവർ കളിക്കാരുടെ മൂഡ് നോക്കിയല്ല തന്ത്രങ്ങൾ മെനയുന്നത്. അവർ കൃത്യമായ ലക്ഷ്യങ്ങൾ വെക്കുന്നു, പ്രകടനം വിലയിരുത്തുന്നു,
തെറ്റുകൾ തിരുത്തുന്നു. വരുന്ന അധ്യായങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെ എങ്ങനെ ഒരു കോച്ചിനെ പോലെ നിയന്ത്രിക്കാം എന്നാണ് പഠിക്കാൻ പോകുന്നത്. വികാരങ്ങൾക്ക് അടിപ്പെടാതെ ഡാറ്റയുടെയും സിസ്റ്റത്തിന്റെയും സഹായത്തോടെ സ്വന്തം ജീവിതത്തെ എങ്ങനെ ട്രാക്കിലാക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കും. ഓർക്കുക, ഈ യാത്രയിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ മനസ്സ് തന്നെയാണ്. ആ മനസ്സിനെ കീഴടക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് കീഴടക്കാൻ കഴിയാത്തതായി ഈ ലോകത്ത് ഒന്നുമില്ല. വിമർശകനല്ല, കോച്ച് ആവുക. ഷിഫ്റ്റിംഗ് ഫ്രം ക്രിറ്റിക് ടു കോച്ച്. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ലംഘിക്കുമ്പോൾ, അലസതയിലേക്ക് വഴുതി വീഴുമ്പോൾ നമ്മുടെ ഉള്ളിൽ തൊട്ടടുത്ത നിമിഷം വലിയൊരു പ്രതിഭാസം നടക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ ഇന്നർ ക്രിറ്റിക് എന്ന് വിളിക്കുന്നത്. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം എന്ന് വിചാരിച്ച് അലാറം സ്നൂസ് ചെയ്ത് 8 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സ് തൊട്ടടുത്ത നിമിഷം എങ്ങനെയാണ് പ്രതികരിക്കുക? നീ ഒന്നിനും കൊള്ളാത്തവനാണ്, നിനക്കൊരു കാര്യത്തിലും സ്ഥിരതയില്ല, നീയൊക്കെ എന്ത് ബിസിനസ് ചെയ്യാനാണ്, നിന്റെ ജീവിതം ഇങ്ങനെ തന്നെ തീരും. ഇത്തരത്തിലുള്ള കടുത്ത സ്വയം നിന്ദയും കുറ്റപ്പെടുത്തലുകളും നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉയരാൻ തുടങ്ങും. തെറ്റുകൾ സംഭവിക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്ന ഈ ഭാഷ വളരെ ദയയില്ലാത്തതും ക്രൂരവുമായിരിക്കും. പുറത്തുനിന്നൊരാൾ നമ്മളോട് ഇങ്ങനെ സംസാരിച്ചാൽ നമ്മൾ അയാളോട് വഴക്കിടും, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. എന്നാൽ നമ്മുടെ സ്വന്തം മനസ്സ് നമ്മളോട് ഇത് പറയുമ്പോൾ നമ്മൾ അത് കേട്ടു നിൽക്കാൻ നിർബന്ധിതരാകുന്നു. ഇവിടെയാണ് ഭൂരിഭാഗം ആളുകൾക്കും തെറ്റുപറ്റുന്നത്. പലരും വിചാരിക്കുന്നത് നമ്മൾ നമ്മളെ തന്നെ എത്രത്തോളം കഠിനമായി കുറ്റപ്പെടുത്തുന്നുവോ അത്രത്തോളം നമ്മൾ അടുത്ത തവണ നന്നായി ജോലി ചെയ്യുമെന്നാണ്. എന്നാൽ മനഃശാസ്ത്രം പറയുന്നത് നേരെ തിരിച്ചാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ ക്രൂരമായി വിമർശിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്നത് വലിയൊരു കുറ്റബോധമാണ്, ഗിൽട്ട്. ഈ കുറ്റബോധം നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും മാനസികോർജത്തെയും പൂർണ്ണമായും ചോർത്തിക്കളയും. ഫലം എന്തെന്നു വെച്ചാൽ ആ ദിവസം ബാക്കിയുള്ള സമയം കൂടി നിങ്ങൾ കടുത്ത നിരാശയിലായിരിക്കും. ആ നിരാശയിൽ നിന്ന് താത്കാലികമായി രക്ഷപ്പെടാൻ നിങ്ങളുടെ മനസ്സ് വീണ്ടും സോഷ്യൽ മീഡിയയിലേക്കോ മടിയിലേക്കോ ഒളിച്ചോടും. ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ഈ കഠിന വിമർശകനെ മാറ്റിയേ തീരൂ. അവന് പകരം അവിടെ മറ്റൊരു കഥാപാത്രത്തെ പ്രതിഷ്ഠിക്കണം, നിങ്ങളുടെ സ്വന്തം കോച്ചിനെ. വിമർശകനും കോച്ചും തമ്മിലുള്ള വ്യത്യാസം. ആരാണ് യഥാർത്ഥ കോച്ച്? ലോകത്തിലെ ഏറ്റവും മികച്ച കായിക താരങ്ങളെയും ബിസിനസ്സുകാരെയും നയിക്കുന്നത് മികച്ച കോച്ചുമാരാണ്. ഒരു വിമർശകനും ഒരു കോച്ചും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അവരുടെ സമീപനത്തിൽ തന്നെയുണ്ട് ആ വ്യത്യാസം. ഒരു ഫുട്ബോൾ മത്സരത്തിൽ നിങ്ങളുടെ ടീമിലെ ഒരു കളിക്കാരന് ഒരു പെനാൽറ്റി മിസ്സായി എന്ന് വിചാരിക്കുക. ആ സമയത്ത് ഒരു സാധാരണ വിമർശകൻ എന്താണ് ചെയ്യുക? അവൻ ആ കളിക്കാരനെ ചീത്ത പറയും, അവഹേളിക്കും, അവന് കളിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞ് മാനസികമായി തളർത്തും. ഇതിലൂടെ ആ കളിക്കാരന്റെ കരിയർ തന്നെ അവസാനിച്ചേക്കാം. എന്നാൽ ഒരു മികച്ച കോച്ച് ആ സാഹചര്യത്തിൽ എന്താണ് ചെയ്യുക? കോച്ച് ആ കളിക്കാരന്റെ അരികിലേക്ക് വരും, അവന്റെ തോളിൽ തട്ടി പറയും, സാരമില്ല, അത് കഴിഞ്ഞു, ഇനി അതോർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. നിനക്ക് എവിടെയാണ് പിഴച്ചത് എന്ന് നമുക്ക് നോക്കാം. നീ ബോൾ കിക്ക് ചെയ്ത ആംഗിൾ മാറിയതാണോ, അതോ ഗോൾ കീപ്പറുടെ മൂവ്മെന്റ് പ്രവചിക്കാൻ പറ്റാതിരുന്നതാണോ? വരൂ, നമുക്കത് തിരുത്തി കൂടുതൽ നന്നായി പരിശീലിക്കാം, അടുത്ത തവണ വിജയിക്കാം. കോച്ച് ഒരിക്കലും കളിക്കാരനെ വ്യക്തിപരമായി ആക്രമിക്കുന്നില്ല. കോച്ച് ആക്രമിക്കുന്നത് ആ തെറ്റിനെയാണ്. കോച്ച് ശ്രദ്ധിക്കുന്നത് കഴിഞ്ഞുപോയ പരാജയത്തിലല്ല, പകരം ഇനി വരാൻ പോകുന്ന വിജയത്തിലാണ്. കോച്ചിന്റെ ലക്ഷ്യം ശിക്ഷിക്കുകയല്ല, മറിച്ച് മെച്ചപ്പെടുത്തുക എന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കോച്ചായി മാറാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്ന ഭാഷ മാറും. സ്വയം ചീത്ത പറയുന്നതിന് പകരം മൂന്നാമതൊരാളെ പോലെ നിങ്ങളുടെ പ്രശ്നങ്ങളെ വസ്തുതാപരമായി വിലയിരുത്താൻ നിങ്ങൾക്ക് സാധിക്കും. ഒരു കോച്ചായി മാറുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം വികാരങ്ങൾക്ക് മുകളിൽ ഡാറ്റയ്ക്ക് പ്രാധാന്യം നൽകുക എന്നതാണ്. നമ്മുടെ ഉള്ളിലെ വിമർശകൻ എപ്പോഴും സംസാരിക്കുക വികാരങ്ങളുടെ ഭാഷയിലാണ്. അവൻ പറയും, എനിക്ക് ഒന്നിനും മൂടില്ല, ഞാൻ ഒരു പരാജയമാണ്, എനിക്ക് കഴിയില്ല.
ഇതൊക്കെ വെറും വികാരങ്ങളാണ്. ഇതിലൊന്നും ഒരു വസ്തുതയുമില്ല. എന്നാൽ ഒരു കോച്ച് സംസാരിക്കുക ഡാറ്റയുടെ ഭാഷയിലാണ്. നിങ്ങളുടെ സ്വപ്ന പ്രോജക്റ്റ് കഴിഞ്ഞ ഒരാഴ്ചയായി മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ കോച്ചായ മനസ്സ് ചോദിക്കേണ്ടത് ഇങ്ങനെയാണ്: കഴിഞ്ഞ 7 ദിവസത്തിൽ എത്ര മണിക്കൂർ നീ ഈ പ്രൊജക്റ്റിനായി കൃത്യമായി മാറ്റിവെച്ചു? ഏത് സമയത്താണ് നിനക്ക് ഏറ്റവും കൂടുതൽ മടി അനുഭവപ്പെടുന്നത്? നിന്റെ ശ്രദ്ധ തിരിക്കുന്ന ആ പ്രധാന ഘടകം എന്താണ്? ഇവിടെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമ്മുടെ വ്യക്തിത്വത്തെ അളക്കാനല്ല, മറിച്ച് നമ്മുടെ പ്രവർത്തന ശൈലിയെ മനസ്സിലാക്കാനാണ്. ലക്ഷ്യങ്ങൾ നടക്കാതെ പോകുമ്പോൾ നമ്മൾ മോശക്കാരനായതുകൊണ്ടല്ല അത് സംഭവിക്കുന്നത്, മറിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റം മോശമായതുകൊണ്ടാണ്. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ ബഗ് ഉണ്ടാകുമ്പോൾ നമ്മൾ ആ കമ്പ്യൂട്ടർ അടിച്ചു പൊട്ടിക്കാറില്ല. നമ്മൾ ആ കോഡിംഗ് പരിശോധിച്ച് എവിടെയാണ് പിഴവ് എന്ന് കണ്ടെത്തി അത് തിരുത്തുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും പ്ലാനുകൾ മുടങ്ങുമ്പോൾ സ്വയം തകരാറിലാണെന്ന് വിചാരിക്കരുത്. നിങ്ങൾ ദിവസത്തെ പ്ലാൻ ചെയ്ത രീതിയിലാണ് തകരാറുള്ളത് എന്ന് മനസ്സിലാക്കുക. വികാരങ്ങളെ മാറ്റി നിർത്തി ഒരു സയന്റിസ്റ്റിനെ പോലെ സ്വന്തം ദിവസത്തെ നിരീക്ഷിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോൾ പരാജയങ്ങളോ അലസതയോ ഉണ്ടാകുന്നുവോ അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ കോച്ചിനെ ഉണർത്തി 3 ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക. ഇത് നിങ്ങളെ നെഗറ്റീവ് ചിന്തകളിൽ നിന്നുണർത്തി കൃത്യമായ ആക്ഷനിലേക്ക് നയിക്കും. ആദ്യത്തെ ചോദ്യം: യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? വാട്ട് ആക്ച്വലി ഹാപ്പൻഡ്? ഇവിടെ നിങ്ങളുടെ വികാരങ്ങൾക്ക് സ്ഥാനമില്ല. നടന്ന കാര്യം മാത്രം പറയുക. ഉദാഹരണത്തിന്, ഞാൻ രാവിലെ 6 മണിക്ക് എഴുതാനിരിക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ ഞാൻ 7:30 വരെ ഫോൺ ഉപയോഗിച്ചു. അതുകൊണ്ട് എനിക്ക് എഴുതാൻ പറ്റിയില്ല. അത്രമാത്രം. അതിൽ കുറ്റപ്പെടുത്തലുകൾ ചേർക്കരുത്. രണ്ടാമത്തെ ചോദ്യം: എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? വൈ ഡിഡ് ഇറ്റ് ഹാപ്പൻ? ആ തെറ്റിലേക്ക് നയിച്ച സാഹചര്യം കണ്ടെത്തുക. ഞാൻ രാത്രി ഫോൺ ബെഡിനരികിലാണ് വെച്ചുറങ്ങിയത്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ ഉടനെ നോട്ടിഫിക്കേഷൻ വരികയും ഞാൻ അതിലേക്ക് വഴുതി വീഴുകയും ചെയ്തു. ഇവിടെ നിങ്ങൾ പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി കഴിഞ്ഞു. മൂന്നാമത്തെ ചോദ്യം: അടുത്ത തവണ ഇത് ഒഴിവാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇത് നിങ്ങളെ കൃത്യമായ പരിഹാരത്തിലേക്ക് എത്തിക്കുന്നു. ഇന്ന് രാത്രി മുതൽ ഞാൻ എൻ്റെ ഫോൺ ബെഡ്റൂമിന് പുറത്തു വെച്ചേ ഉറങ്ങാൻ പോകൂ. രാവിലെ എഴുതാനുള്ള ബുക്കും പേനയും മേശപ്പുറത്ത് എടുത്തു വെക്കും. ഈ 3 ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ പരാജയത്തെ ഒരു വലിയ പാഠമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവിടെ കുറ്റബോധമില്ല. പകരം അടുത്ത തവണ വിജയിക്കാനുള്ള വ്യക്തമായ തന്ത്രം മാത്രമാണുള്ളത്. ഒരു നല്ല കോച്ച് കർക്കശക്കാരനായിരിക്കും, എന്നാൽ അതോടൊപ്പം തന്നെ അയാൾക്ക് കളിക്കാരോട് വലിയ അനുകമ്പയും ഉണ്ടായിരിക്കും. സ്വയം കോച്ചാവുക എന്നാൽ നിങ്ങൾ നിങ്ങളോട് തന്നെ കരുണ കാണിക്കുക, സെൽഫ് കമ്പാഷൻ കാണിക്കുക എന്നുകൂടിയാണ് അർത്ഥം. നമ്മൾ റോബോട്ടുകളല്ല, മനുഷ്യന്മാരാണ്. എല്ലാ ദിവസവും 100% ഊർജത്തോടെ ജോലി ചെയ്യാൻ ആർക്കും സാധിക്കില്ല. ചില ദിവസങ്ങളിൽ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടോ ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ടോ നമുക്ക് വിചാരിച്ച പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി എന്ന് വരില്ല. അങ്ങനെയുള്ള ദിവസങ്ങളിൽ സ്വയം അടിച്ചു വീഴ്ത്തരുത്. ഇന്നെനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല, അത് സാരമില്ല, ഞാനൊരു മനുഷ്യനാണ്. നാളെ എനിക്ക് ഒരു പുതിയ ദിവസമുണ്ട്, ഞാൻ കൂടുതൽ കരുത്തോടെ തിരിച്ചു വരും എന്ന് സ്വയം പറയാൻ പഠിക്കുക. നിങ്ങളുടെ ഏറ്റവും മികച്ച സുഹൃത്തിനോട് നിങ്ങൾ എങ്ങനെയാണോ പെരുമാറുക അതുപോലെ തന്നെ നിങ്ങളോടും പെരുമാറാൻ ശ്രമിക്കുക. നിങ്ങളുടെ സുഹൃത്തിന് ഒരു പരാജയം പറ്റുമ്പോൾ നിങ്ങൾ അയാളെ ചീത്ത വിളിക്കാറില്ല, പകരം ആശ്വസിപ്പിച്ച് കൂടെ നിൽക്കും. ആ ഒരു പരിഗണന നിങ്ങളുടെ സ്വന്തം മനസ്സിനും നൽകുക. റാഡിക്കൽ അക്കൗണ്ടബിലിറ്റി എന്നാൽ സ്വയം പീഡിപ്പിക്കലല്ല, അത് സ്വന്തം സ്വപ്നങ്ങളോടുള്ള ആത്മാർത്ഥതയാണ്. നിങ്ങളുടെ ഉള്ളിലെ വിമർശകന്റെ വായ അടപ്പിച്ചുകൊണ്ട് ഒരു കോച്ചിന്റെ കൈപിടിച്ച് മുന്നോട്ട് നീങ്ങാൻ തയ്യാറാകാം. പേഴ്സണൽ ബോർഡ്റൂം സിസ്റ്റം: ഡിസൈനിങ് യുവർ സിസ്റ്റംസ്. ജെയിംസ് ക്ലിയർ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിൽ പറയുന്ന ഒരു മികച്ച വാക്യമുണ്ട്: നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലക്ഷ്യങ്ങളുടെ ഉയരത്തിലേക്ക് എത്തുന്നില്ല,
പകരം നിങ്ങളുടെ സിസ്റ്റത്തിന്റെ നിലവാരത്തിലേക്ക് താഴുകയാണ് ചെയ്യുന്നത്. യു ഡു നോട്ട് റൈസ് ടു ദ ലെവൽ ഓഫ് യുവർ ഗോൾസ്, യു ഫാൾ ടു ദ ലെവൽ ഓഫ് യുവർ സിസ്റ്റംസ്. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും വലിയ ലക്ഷ്യങ്ങൾ വെക്കാറുണ്ട്. എനിക്ക് 1,00,000 രൂപ വരുമാനമുള്ള ഫ്രീലാൻസ് കരിയർ വേണം, എനിക്ക് ശരീരഭാരം 10 കിലോ കുറയ്ക്കണം, എനിക്ക് ഒരു പുതിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കണം. ഇവയെല്ലാം നിങ്ങളുടെ ലക്ഷ്യങ്ങളാണ്. എന്നാൽ ഈ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന സിസ്റ്റം എന്താണ്? അവിടെയാണ് പലരും പരാജയപ്പെടുന്നത്. കൃത്യമായ ഒരു സിസ്റ്റം ഇല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ വെറും ആഗ്രഹങ്ങളായി അവശേഷിക്കും. വലിയ കോർപ്പറേറ്റ് കമ്പനികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവർക്ക് വർഷത്തിന്റെ തുടക്കത്തിൽ ഒരു വലിയ ലക്ഷ്യമുണ്ടാകും. എന്നാൽ അവരത് വെറുതെ പേപ്പറിൽ എഴുതി വെക്കുക മാത്രമല്ല ചെയ്യുന്നത്. ആ ലക്ഷ്യം കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് വിലയിരുത്താൻ അവർക്ക് ബോർഡ് മീറ്റിംഗുകൾ ഉണ്ട്. ഓരോ ആഴ്ചയും മാസവും കമ്പനിയുടെ ഡയറക്ടർമാരും മാനേജർമാരും ഒരുമിച്ചിരുന്ന് ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ പരിശോധിക്കും. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ബോസ് ആകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് നിങ്ങളുടെ ജീവിതത്തിലും ഇത്തരമൊരു സംവിധാനം ആവശ്യമാണ്. ഇതിനെയാണ് നമ്മൾ പേഴ്സണൽ ബോർഡ് റൂം സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇവിടെ കമ്പനിയും തൊഴിലാളിയും ബോസും എല്ലാം നിങ്ങൾ തന്നെയാണ്. പേഴ്സണൽ ബോർഡ് റൂം സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൂണാണ് സൺഡേ റിവ്യൂ അഥവാ ഞായറാഴ്ചകളിലെ സ്വയം വിലയിരുത്തൽ. ഓരോ ആഴ്ചയും അവസാനിക്കുമ്പോൾ അടുത്ത ആഴ്ച തുടങ്ങുന്നതിനു മുമ്പായി നിങ്ങൾ നിങ്ങളോട് തന്നെ നടത്തുന്ന ഒരു ഔദ്യോഗിക മീറ്റിംഗ് ആണിത്. ഞായറാഴ്ച വൈകുന്നേരങ്ങളിൽ അരമണിക്കൂർ ഇതിനായി മാറ്റിവെക്കുക. ഒരു ഡയറിയോ ലാപ്ടോപ്പോ എടുത്ത് ശാന്തമായ ഒരിടത്ത് ഇരിക്കുക. കഴിഞ്ഞ ഒരാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി ഓഡിറ്റ് ചെയ്യുകയാണ് ഇതിന്റെ ലക്ഷ്യം. നമ്മുടെ ജീവിതം പലപ്പോഴും നിയന്ത്രണമില്ലാതെ കൈവിട്ടു പോകുന്നത് നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ദിവസങ്ങൾ വളരെ വേഗത്തിൽ കടന്നു പോകും. എന്നാൽ നമ്മൾ എവിടെയാണ് എത്തിയത് എന്ന് നമുക്ക് മനസ്സിലാകില്ല. സൺഡേ റിവ്യൂ നിങ്ങളുടെ ജീവിതത്തിന് ഒരു ബ്രേക്ക് നൽകുകയും നിങ്ങൾ കൃത്യമായ ദിശയിലാണോ സഞ്ചരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. ഈ മീറ്റിംഗിൽ നിങ്ങളുടെ ഉള്ളിലെ ബോസ് തൊഴിലാളിയോട് പ്രധാനമായും 3 കാര്യങ്ങളാണ് ചോദിക്കേണ്ടത്. കഴിഞ്ഞ ആഴ്ചയിലെ വിജയങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളെ അംഗീകരിക്കുക. കഴിഞ്ഞ ആഴ്ച എവിടെയൊക്കെയാണ് പരാജയപ്പെട്ടത്? ചെയ്യാൻ പറ്റാതെ പോയ ജോലികൾ, സമയം നഷ്ടപ്പെടുത്തിയ സാഹചര്യങ്ങൾ. വരുന്ന ആഴ്ചയിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 ജോലികൾ എന്തൊക്കെയാണ്? ഈ ഒരു ലളിതമായ ശീലം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ തിങ്കളാഴ്ച രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ഇന്ന് എന്താണ് ചെയ്യേണ്ടത് എന്ന ആശയക്കുഴപ്പം നിങ്ങൾക്കുണ്ടാകില്ല. വ്യക്തമായ ഒരു മാപ്പും പ്ലാനുമായിട്ടായിരിക്കും നിങ്ങൾ പുതിയ ആഴ്ചയിലേക്ക് കാലെടുത്തു വെക്കുക. പേഴ്സണൽ OKR സെറ്റ് ചെയ്യുക. ഒബ്ജക്റ്റീവ്സ് ആൻഡ് കീ റിസൾട്ട്സ്. ഗൂഗിൾ, ഇന്റൽ തുടങ്ങിയ ലോകോത്തര കമ്പനികൾ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ ഉപയോഗിക്കുന്ന ഒരു പ്രശസ്തമായ തന്ത്രമാണ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് കീ റിസൾട്ട്സ്. ഇത് നമ്മുടെ വ്യക്തി ജീവിതത്തിലും വളരെ ഫലപ്രദമായി ഉപയോഗിക്കാം. പലരും ലക്ഷ്യങ്ങൾ വെക്കുന്നത് വളരെ അവ്യക്തമായിട്ടായിരിക്കും. എനിക്ക് നന്നായി പഠിക്കണം, അല്ലെങ്കിൽ എനിക്ക് ബിസിനസ് വളർത്തണം എന്നൊക്കെയാണ് പറയാറുള്ളത്. എന്നാൽ ഇത്തരം അവ്യക്തമായ ലക്ഷ്യങ്ങളെ മനസ്സിന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റില്ല. അതിനെ വ്യക്തമായ മാറ്റങ്ങളിലേക്ക് മാറ്റുന്നതാണ് OKR ശൈലി. ഇതിൽ 2 ഭാഗങ്ങളുണ്ട്. ഒബ്ജക്റ്റീവ്സ്. നിങ്ങൾ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത്? ഇത് പ്രചോദനം നൽകുന്ന ഒന്നായിരിക്കണം. കീ റിസൾട്ട്സ്. ആ ലക്ഷ്യത്തിൽ എത്തി എന്ന് അളക്കാൻ സഹായിക്കുന്ന കൃത്യമായ നമ്പറുകൾ അഥവാ മെട്രിക്സ്. ഒരു ഉദാഹരണത്തിലൂടെ ഇത് മനസ്സിലാക്കാം. നിങ്ങളുടെ ഒബ്ജക്റ്റീവ്, എന്റെ ഫ്രീലാൻസ് ബിസിനസ്സിൽ നിന്ന് ഈ മാസം കൂടുതൽ വരുമാനം ഉണ്ടാക്കണം. ഇതിന്റെ കീ റിസൾട്ടുകൾ താഴെ പറയുന്ന രീതിയിലായിരിക്കണം. ഈ മാസം പുതിയ 20 ക്ലയന്റുകൾക്ക് ബിസിനസ് പ്രപ്പോസൽ അയക്കുക. ദിവസവും 2 മണിക്കൂർ തടസ്സമില്ലാതെ ക്ലയന്റ് വർക്കുകൾക്കായി മാറ്റിവെക്കുക. ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോമിൽ ആഴ്ചയിൽ 3 പ്രൊഫഷണൽ പോസ്റ്റുകൾ പങ്കുവയ്ക്കുക. ഇവിടെ ലക്ഷ്യം വെറുമൊരു ആഗ്രഹം മാത്രമല്ല. ആ ലക്ഷ്യം നേടാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായ നമ്പറുകളിലൂടെ, അതായത് 20 ക്ലയന്റുകൾ, 2 മണിക്കൂർ,
3 പോസ്റ്റുകൾ, അങ്ങനെ സിസ്റ്റം വ്യക്തമാക്കുന്നുണ്ട്. റിവ്യൂ ചെയ്യുമ്പോൾ ഈ നമ്പറുകൾ നോക്കി നിങ്ങൾക്ക് സ്വയം മാർക്കിടാം. ഞാൻ 20 പ്രപ്പോസൽ അയക്കാൻ വിചാരിച്ചു, പക്ഷേ 10 എണ്ണമേ ആയുള്ളൂ. അപ്പോൾ അടുത്ത ആഴ്ച കൂടുതൽ ശ്രദ്ധിക്കാം. ഇങ്ങനെ ഡാറ്റ അടിസ്ഥാനമാക്കിയുള്ള ഈ സിസ്റ്റം നിങ്ങളുടെ പുരോഗതിയെ കൃത്യമായി കാണിച്ചു തരും. പ്രൊഡക്ഷൻ ഡാഷ്ബോർഡ് നിർമ്മിക്കുക. ട്രാക്കിംഗ് ഡാഷ്ബോർഡ്. നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു വലിയ പ്രോജക്റ്റിൽ ഏർപ്പെടുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൺമുന്നിൽ ഉണ്ടായിരിക്കണം. കണ്ണിൽ നിന്നും മറഞ്ഞാൽ മനസ്സിൽ നിന്നും മറയും. ഔട്ട് ഓഫ് സൈറ്റ് ഔട്ട് ഓഫ് മൈൻഡ് എന്നത് മനുഷ്യ സഹജമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങളും ഈ ആഴ്ച ചെയ്യേണ്ട കാര്യങ്ങളും ട്രാക്ക് ചെയ്യാൻ ലളിതമായ ഒരു പ്രൊഡക്ഷൻ ഡാഷ്ബോർഡ് ഉണ്ടാക്കുക. ഇതിനായി നിങ്ങൾക്ക് വലിയ സാങ്കേതിക വിദ്യകളുടെ ആവശ്യമില്ല. ഇത് നിങ്ങളുടെ മുറിയിലെ ചുവരിലോ മേശപ്പുറത്തോ ഒട്ടിച്ചു വെക്കാവുന്ന ഒരു വൈറ്റ് ബോർഡ് ആകാം, അല്ലെങ്കിൽ ലളിതമായ ഒരു ഡയറിയോ പ്രോജക്റ്റ് ബുക്കോ ആകാം. ഡിജിറ്റലായി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നോഷൻ, ട്രെല്ലോ അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റ്സ് പോലുള്ള സൗജന്യ ആപ്പുകൾ ഉപയോഗിക്കാം. നിങ്ങളുടെ ഈ ഡാഷ്ബോർഡിൽ 3 കോളങ്ങൾ ഉണ്ടായിരിക്കണം. ചെയ്യാനുള്ളവ, ടു ഡു, ഈ ആഴ്ച അല്ലെങ്കിൽ ഈ ദിവസം ചെയ്യേണ്ട പ്രധാന ജോലികൾ. ചെയ്തുകൊണ്ടിരിക്കുന്നവ, ഇൻ പ്രോഗ്രസ്, നിലവിൽ നിങ്ങൾ സമയം മാറ്റിവെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പൂർത്തിയായവ, ഡൺ, നിങ്ങൾ വിജയകരമായി തീർത്ത ജോലികൾ. ഒരു ജോലി ചെയ്തു തീർത്ത് അതിന്റെ ഡൺ എന്ന കോളത്തിലേക്ക് മാറ്റുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഡോപ്പമൈൻ എന്ന ഹോർമോൺ ഉത്പാദിപ്പിക്കപ്പെടും. ഇത് നമുക്ക് വലിയൊരു ആത്മവിശ്വാസവും അടുത്ത ജോലി ചെയ്യാനുള്ള ഊർജവും നൽകും. ഈ വിഷ്വൽ ട്രാക്കിംഗ് നിങ്ങളുടെ ഉള്ളിലെ തൊഴിലാളിയെ എപ്പോഴും ഉണർത്തി നിർത്താൻ സഹായിക്കും. വിൽ പവറിനെ ആശ്രയിക്കുന്നത് നിർത്തുക. വിൽ പവർ മൊബൈൽ ഫോണിന്റെ ബാറ്ററി പോലെയാണ്. രാവിലെ അത് 100% ഉണ്ടാകും. എന്നാൽ ദിവസം മുന്നോട്ട് പോകുന്തോറും പല തീരുമാനങ്ങൾ എടുക്കുമ്പോഴും സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോഴും ആ ബാറ്ററി തീർന്നു പോകും. കനത്ത ക്ഷീണത്തോടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ വിൽ പവർ വളരെ കുറവായിരിക്കും. ആ സമയത്ത് വായനയോ ജോലിയോ ചെയ്യാൻ വിചാരിച്ചാൽ നടക്കില്ല. കാരണം നിങ്ങളുടെ സിസ്റ്റം മോശമാണ്. പേഴ്സണൽ ബോർഡ് റൂം സിസ്റ്റം നിങ്ങളുടെ വിൽ പവറിനെ ആശ്രയിച്ചല്ല പ്രവർത്തിക്കുന്നത്. ഇത് ശീലങ്ങളെയും നിയമങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. ഒരു സിസ്റ്റം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഇത് ചെയ്യണോ വേണ്ടയോ എന്ന് ദിവസവും ഇരുന്ന് ചിന്തിക്കേണ്ടി വരുന്നില്ല. പകരം ബോർഡ് റൂം തീരുമാനപ്രകാരം ആ സമയത്ത് ആ ജോലി ചെയ്യുക എന്നത് ഒരു നിയമമായി മാറുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വിജയം എന്നത് ഒരു അവിചാരിത സംഭവമല്ല. സക്സസ് ഈസ് നോട്ട് ആൻ ആക്സിഡന്റ്. ഇത് നിങ്ങൾ ദിവസവും പിന്തുടരുന്ന കൃത്യമായ സിസ്റ്റത്തിന്റെ ഫലമാണ്. നിങ്ങളുടെ പേഴ്സണൽ ബോർഡ് റൂം ഇന്ന് തന്നെ സജ്ജമാക്കൂ. നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും നിങ്ങളുടെ കൈകളിൽ ഏറ്റെടുക്കൂ. അടിയന്തര തിരിച്ചുവരവ് പ്ലാൻ, ദ എമർജൻസി പ്രോട്ടോകോൾ. നിങ്ങളുടെ പ്ലാനുകൾ പൂർണ്ണമായി തകർന്നുപോയ ഒരു ദിവസം അല്ലെങ്കിൽ കടുത്ത മാനസിക സമ്മർദ്ദം കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിങ്ങളുടെ ഉള്ളിലെ കോച്ച് പുറത്തെടുക്കേണ്ട 3 അടിയന്തര തന്ത്രങ്ങൾ താഴെ പറയുന്നവയാണ്. ലക്ഷ്യത്തിന്റെ വലിപ്പം കുറയ്ക്കുക. റെഡ്യൂസ് ദ സ്കോപ്പ്. നിങ്ങൾ അന്ന് 2 മണിക്കൂർ ഇരുന്ന് വലിയൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാനുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. പക്ഷേ മാനസികമായി നിങ്ങൾ വളരെ തളർന്നിരിക്കുകയാണ്. ആ സമയത്ത് 2 മണിക്കൂർ ജോലി എന്നത് നിങ്ങളുടെ മനസ്സിന് വലിയൊരു മല പോലെ തോന്നും. അതുകൊണ്ട് നിങ്ങൾ ആ ജോലിയെ തൊടില്ല. ഇവിടെ കോച്ചിന്റെ തന്ത്രം ഉപയോഗിക്കുക. ലക്ഷ്യത്തിന്റെ വലിപ്പം വളരെ ചെറുതാക്കുക. നിങ്ങളോട് തന്നെ പറയുക, ഞാൻ ഇന്ന് 2 മണിക്കൂർ ജോലി ചെയ്യുന്നില്ല. പകരം വെറും 10 മിനിറ്റ് മാത്രം ലാപ്ടോപ്പ് തുറന്ന് ആ ഫയൽ ഒന്ന് പരിശോധിക്കും. 10 മിനിറ്റ് കഴിഞ്ഞാൽ എനിക്ക് ലാപ്ടോപ്പ് അടച്ചു വെക്കാം. വിചിത്രം എന്ന് പറയട്ടെ, നിങ്ങൾ ആ ജോലി തുടങ്ങി 10 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളുടെ മടി അപ്രത്യക്ഷമാകുകയും നിങ്ങൾ ആ ജോലി പൂർത്തിയാക്കുകയും ചെയ്യും. കാരണം മനുഷ്യന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഒരു ജോലി തുടങ്ങുക എന്നത് മാത്രമാണ്. പരിസ്ഥിതി മാറ്റുക. ചേഞ്ച് ദ എൻവയൺമെന്റ്. ഒരേ മുറിയിൽ ഒരേ കസേരയിൽ ഇരുന്ന് മടി തോന്നുമ്പോൾ നിങ്ങളുടെ പരിസ്ഥിതിക്ക് ഒരു മാറ്റം വരുത്തുക.
ലാപ്ടോപ്പും ബുക്കും എടുത്ത് വീടിന്റെ മറ്റൊരു മുറിയിലേക്കോ ബാൽക്കണിയിലേക്കോ അതുമല്ലെങ്കിൽ ഒരു കഫേയിലേക്കോ മാറിയിരുന്ന് ജോലി ചെയ്യുക. പുതിയൊരു സാഹചര്യം നിങ്ങളുടെ തലച്ചോറിന് പുതിയൊരു ഊർജം നൽകും. ക്ലീൻ സ്ലേറ്റ് മനോഭാവം, ക്ലീൻ സ്ലേറ്റ് മൈൻഡ് സെറ്റ്. രാവിലെ മുതൽ വൈകുന്നേരം 4 മണി വരെ നിങ്ങൾ സമയം കളഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ പലരും ചിന്തിക്കും, ഇനി ഇന്നത്തെ ദിവസം പോയി. എന്നാൽ ഒരു കോച്ച് പറയും, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി ഇന്നത്തെ ദിവസത്തിൽ 4 മണിക്കൂർ കൂടി ബാക്കിയുണ്ട്. ആ സമയം എനിക്ക് പുതിയൊരു തുടക്കമാണ്. ക്ലീൻ സ്ലേറ്റ്. ഈ 4 മണിക്കൂർ ഞാൻ മികച്ച രീതിയിൽ ഉപയോഗിക്കും. ദിവസത്തിന്റെ ഏത് സമയത്തും നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം കുറിക്കാൻ സാധിക്കും എന്ന് ഓർക്കുക. റാഡിക്കൽ അക്കൗണ്ടബിലിറ്റി അല്ലെങ്കിൽ സ്വന്തം കോച്ച് ആവുക എന്നത് ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കേണ്ട ഒന്നല്ല. ഇതൊരു ആജീവനാന്ത യാത്രയാണ്. നിങ്ങൾ ഈ ഓഡിയോ ബുക്ക് കേട്ടു തീർക്കുന്നതോടെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഒറ്റയടിക്ക് പരിഹരിക്കപ്പെടും എന്ന് പറയുന്നില്ല. വരും ദിവസങ്ങളിലും നിങ്ങൾക്ക് മടി തോന്നും, നിങ്ങൾക്ക് പരാജയങ്ങൾ ഉണ്ടാകും. എന്നാൽ ആ സമയത്തൊക്കെ നിങ്ങളുടെ കൂടെ നിൽക്കാൻ, നിങ്ങളെ കൈപിടിച്ചുയർത്താൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു കോച്ച് ഇപ്പോൾ ജനിച്ചു കഴിഞ്ഞു. നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധനായിരിക്കുക. മറ്റുള്ളവർ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ദിവസവും ചെറിയ ആക്ഷനുകൾ എടുക്കുക. തെറ്റുകൾ പറ്റുമ്പോൾ സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക. ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ദിവസത്തെ വിലയിരുത്തുക. വീഴുമ്പോഴൊക്കെ കൂടുതൽ കരുത്തോടെ എഴുന്നേൽക്കുക. ഓർക്കുക, ഈ ലോകത്ത് നിങ്ങളെ വിജയിപ്പിക്കാൻ നിങ്ങളുടെ ഉള്ളിലെ നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. ആരും കാണാനില്ലാത്തപ്പോഴും ചോദിക്കാൻ ഇല്ലാത്തപ്പോഴും നിങ്ങളുടെ മനസ്സിനോട് പോരാടി വിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിന്റെ കോച്ചായി മാറാനുള്ള ഈ യാത്രയിൽ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.